ലോകത്തെ ആകമാനം ഞെട്ടിച്ചുകൊണ്ട് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യരെ വിറപ്പിച്ചുകൊണ്ട് റഷ്യ ഇതാ തന്റെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ ഒരുങ്ങുന്നു. അതും ഭൂമിയിലല്ല, ബഹിരാകാശത്ത്. ലോകത്തിന് മുന്നിൽ കൊട്ടിഘോഷിക്കാതെ പുത്തിൻ അയച്ച റോക്കറ്റുകളിൽ ഈ ഭൂമിയെ നിമിഷ നേരം കൊണ്ട് തകർക്കാൻ സാധിക്കുന്ന ആണവായുധങ്ങളാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ആവനാഴിയിലെ ഓരോ ആയുധത്തിന്റെയും മൂർച്ച കൂട്ടുന്ന പുത്തിനെ കാണുമ്പോൾ നമുക്കൊരു കാര്യം കൂടി കൃത്യമായി മനസ്സിലാക്കാം. അമേരിക്കയ്ക്ക് ആശ്വസിക്കാൻ വകയില്ലെന്ന വലിയ സത്യം. എന്താണ് കാര്യം? നമുക്ക് കാര്യമായിട്ട് പരിശോധിക്കാം. അതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾക്ക് പുത്തിനെയാണോ അല്ലെങ്കിൽ ട്രംപിനെയാണോ ഇഷ്ടം? എന്താണ് അതിൻ്റെ കാരണം? ഉത്തരം ഇപ്പോൾ തന്നെ കമൻ്റായിട്ട് കുറിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. റഷ്യ ലോകത്തെ അറിയിക്കാതെ ഒരു കാര്യം ചെയ്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ 3 സാറ്റലൈറ്റുകളാണ് ആരെയും അറിയിക്കാതെ ആകാശത്തേക്ക് പറത്തിവിട്ടത്. ഇതോടെയാണ് പാശ്ചാത്യ ലോകത്തിന് ഭയം തുടങ്ങുന്നത്. എന്തിനാണ് പുതിൻ ഇങ്ങനെ ഒരു നീക്കം, അതും ആരെയും അറിയിക്കാതെ അതീവ രഹസ്യമായി ഇത്തരമൊരു നീക്കം എന്തിന് എന്ന ചോദ്യമാണ് അമേരിക്ക അടക്കമുള്ള ശക്തികളെ മുൾമുനയിൽ നിർത്തുന്നത്. റഷ്യയുടെ ആണവായുധം വഹിച്ച് ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ച സാറ്റലൈറ്റ് ആണോ ഇത് എന്ന സംശയമാണ് എല്ലാവരും പ്രകടിപ്പിക്കുന്നത്. അതായത് ബഹിരാകാശത്തേക്ക് ആദ്യമായി മനുഷ്യനെ എത്തിച്ച അതേ റഷ്യ ഇപ്പോൾ ആണവ പരീക്ഷണത്തിനും കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ബഹിരാകാശമാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന കാര്യമാണ് അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് റഷ്യൻ പരീക്ഷണങ്ങളെ കാര്യമായി ഭയപ്പെടുന്ന അമേരിക്കയ്ക്കാണ് ഈ പേടിപ്പനി കുടുങ്ങിയിട്ടുള്ളത്. ഒന്നും പറയാതെ, ആരെയും അറിയിക്കാതെ, മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും മറച്ചുപിടിച്ച് ബഹിരാകാശത്തേക്ക് അയച്ച സാറ്റലൈറ്റുകളിൽ ആണവായുധം, അതും ലോകത്തെ മുഴുവൻ മിനിറ്റുകൾക്കുള്ളിൽ ഇല്ലാതാക്കാൻ സാധിക്കുന്ന ആണവായുധം കരുതിയിട്ടുണ്ടെന്ന ആശങ്ക വലിയ രീതിയിൽ അമേരിക്കയുടെ ഉറക്കം കെടുത്തി കളഞ്ഞു. ആദ്യമൊക്കെ റഷ്യയുടെ ബഹിരാകാശ ദൗത്യം എന്നല്ലാതെ മറ്റൊരു രീതിയിലും ഇതിനെ ആരും നോക്കിക്കണ്ടിരുന്നില്ല. കാരണം ഇന്നും ബഹിരാകാശ ദൗത്യങ്ങളിൽ തൻ്റെതായ വ്യക്തിമുദ്ര സ്ഥാപിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്ന രാജ്യം തന്നെയാണ് ഈ റഷ്യ. അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്വാഭാവികമെന്ന് കരുതിയെങ്കിലും ഇതിലെ രഹസ്യാത്മകതയാണ് പിന്നീട് ലോകത്തെ കൊണ്ട് മാറി ചിന്തിപ്പിച്ച ഒരു ഘടകം. ഏത് രാജ്യവുമാകട്ടെ, അത് ഇന്ത്യ ആകട്ടെ, അമേരിക്ക ആകട്ടെ, റഷ്യ ആകട്ടെ, ചൈന ആകട്ടെ, ഏതുമാകട്ടെ, അവരുടെ ബഹിരാകാശ ദൗത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നതിൽ വലിയ അഭിമാനം കൊള്ളുന്നവർ തന്നെയാണ് ഓരോ രാജ്യക്കാരും. നമുക്കറിയാവുന്നതാണ്, 2 വർഷം മുൻപാണ് നമ്മുടെ രാജ്യം നടത്തിയ ചാന്ദ്ര ദൗത്യം എല്ലാ ലോക രാജ്യങ്ങളും ഉറ്റുനോക്കിയ ഒരു സംഭവമായിരുന്നത്. അത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് വലിയൊരു അഭിമാന നിമിഷം തന്നെയായിരുന്നു. നാസ അടക്കമുള്ള ബഹിരാകാശ കേന്ദ്രങ്ങൾ ഈ കാര്യത്തിൽ ഇന്ത്യയെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ട് അറിയാവുന്ന റഷ്യ ഈ പരിവേഷണം വളരെ രഹസ്യമായി സൂക്ഷിച്ചു എന്നതാണ് ഈ വിഷയം വലിയ ചർച്ചകൾക്ക് ആധാരമായിട്ട് മാറാനുള്ള കാരണം. ബഹിരാകാശത്തെത്തിയ റഷ്യൻ സാറ്റലൈറ്റുകൾ അമേരിക്ക കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇവരുടെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്തോ ഒന്നിൽ ഇതിൽ റഷ്യ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക തറപ്പിച്ച് പറയുന്നത്. മാത്രവുമല്ല, ഇതിൽ റഷ്യ ഒളിപ്പിച്ചു വെച്ചത് എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ അത് പുറത്തേക്ക് വിടുമെന്നാണ് അവർ പറയുന്നത്. മാർച്ച് മാസത്തിന്റെ അവസാനത്തിലാണ് ഇങ്ങനെ ഒരു പരീക്ഷണം റഷ്യ ബഹിരാകാശത്ത് എത്തിക്കുന്നത്, അതും അതീവ രഹസ്യമായിട്ട് തന്നെ. ഇതുകൊണ്ട് തന്നെ ബഹിരാകാശത്തെ റഷ്യയുടെ കളികളെ അമേരിക്ക വല്ലാതെ ഭയക്കുന്നുണ്ട്. ആണവായുധങ്ങളെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന്റെ ചർച്ചകൾ പലപ്പോഴായി ഒളിഞ്ഞും തെളിഞ്ഞും വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു രാജ്യവും ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ പദവി സ്വന്തമാക്കാൻ വേണ്ടി റഷ്യ ഒരുക്കുന്ന പണികളാണോ ഇതൊക്കെ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. ഇങ്ങനെ ഒരു പരീക്ഷണം, അതായത് ബഹിരാകാശത്ത് പോയി ആണവ പരീക്ഷണം നടത്താൻ റഷ്യ തയ്യാറായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അദ്ദേഹം കരുതി വെച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ആക്രമണം നടത്താനാകുമെന്ന തരത്തിലാണോ ഇവയെന്ന സംശയവും ഉടലെടുത്തിട്ടുണ്ട്. അങ്ങനെ വരാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം. മാത്രവുമല്ല, റഷ്യയുടെ ഇത്തരം നടപടികൾ അമേരിക്കയുടെ സ്പേസ് സ്റ്റേഷനുകൾ പോലും തകർത്ത് കളയുമെന്ന് US വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ റഷ്യയുടെ ആയുധബലവും US ആശങ്കയാണല്ലോ സൃഷ്ടിക്കുന്നത്. മിസൈലുകളോ ആണവായുധങ്ങളോ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്നതിനായി മോസ്കോ ഒരു ബഹിരാകാശ അധിഷ്ഠിത പ്ലാറ്റ്ഫോം വികസിപ്പിക്കുന്നുണ്ടെന്ന ആശങ്ക വീണ്ടും ആളി കത്തിക്കുകയാണ് ഇതിലൂടെ നടന്നിട്ടുള്ളത്. കോസ്മോസ് 2581, 2582, 2583 ഉപഗ്രഹങ്ങൾ ഈ വർഷം ഫെബ്രുവരിയിൽ വടക്കൻ റഷ്യയിലെ പ്ലെസ്റ്റെസ്ക് കോസ്മോഡ്രാമിൽ നിന്ന് ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കുകയായിരുന്നു. മാർച്ച് 18-ന് കോസ്മോസ് 2583-ൽ നിന്ന് വേർപെട്ട് മാർച്ച് 18-നാണ് കോസ്മോസ് 2583-ൽ നിന്ന് വേർപെട്ടിരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്ന ഒരു പുതിയ വസ്തുവിനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്പേസ് ഫോഴ്സ്, അതായത് USSF, ഈ ആഴ്ച ഭ്രമണപഥത്തിൽ പട്ടികപ്പെടുത്തിയായിട്ടുള്ള space.com റിപ്പോർട്ട് ചെയ്തത്.
സൈനിക പരീക്ഷണങ്ങൾ, ഉപഗ്രഹ പരിശോധന അല്ലെങ്കിൽ ലക്ഷ്യ പരീക്ഷണം എന്നിവയുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കായി ഈ വസ്തു ഉപയോഗിക്കാമെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ക്രൈംലിൻ പറക്കൽ അല്ലെങ്കിൽ ഡോക്കിംഗ് സാങ്കേതിക വിദ്യയും പരീക്ഷിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാറ്റലൈറ്റ് ത്രയത്തെക്കുറിച്ചോ അവയുടെ ദൗത്യത്തെക്കുറിച്ചോ മോസ്കോ ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല. മുമ്പത്തെ നിരവധി കോസ്മോസ് ദൗത്യങ്ങൾ തരംതിരിച്ചിട്ടുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. 2022 ഫെബ്രുവരിയിൽ അതിർത്തി കടന്ന് ഉക്രൈനിലേക്ക് സൈന്യത്തെ വിന്യസിക്കാൻ വ്ളാഡിമിർ പുടിൻ ഉത്തരവിട്ടതിന് തൊട്ടുമുമ്പ് റഷ്യ തങ്ങളുടെ കോസ്മോസ് 2553 ഉപഗ്രഹം സോയൂസ് 2 റോക്കറ്റിന് മുകളിൽ അന്തരീക്ഷത്തിലൂടെ വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. കോസ്മോസ് 2553 റഷ്യൻ ബഹിരാകാശ ആയുധത്തിനുള്ള ഘടകങ്ങൾ പരീക്ഷിക്കുന്നുണ്ടാകുമെന്ന് സ്പേസ് കമാൻഡർ സംശയിക്കുന്നുണ്ടെന്നും ഭീഷണിയുടെ ലക്ഷ്യങ്ങൾക്കായി അത് ദിവസവും നിരീക്ഷിച്ചു വരികയാണെന്നും കഴിഞ്ഞ ഡിസംബറിൽ US ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സമീപ വർഷങ്ങൾ സൈനിക ശക്തികൾ ബഹിരാകാശ മേഖലയിലേക്ക് തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കുമ്പോൾ ലോകം ആശങ്കയോടെയാണ് ഈ കാര്യങ്ങളെയൊക്കെ വീക്ഷിച്ചു വന്നത്. ഈ ആശങ്കകളിൽ റഷ്യ ബഹിരാകാശത്ത് ആണവ അല്ലെങ്കിൽ ആണവായുധങ്ങൾ വികസിപ്പിക്കാനും വിന്യസിക്കാനും സാധ്യതയുള്ളത് പ്രത്യേകിച്ച് വലിയൊരു ആശങ്കയായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. രഹസ്യാത്മകതയും അതുപോലെ തന്നെ അവ്യക്തത കൊണ്ടും മൂടപ്പെട്ടതാണെങ്കിലും ഈ വിഷയത്തെ ചുറ്റിപ്പറ്റിയുള്ള തന്ത്രപരവും സാങ്കേതികപരവുമായ സംഭവ വികാസങ്ങൾ ഭാവിയിലെ സംഘർഷങ്ങളിൽ ബഹിരാകാശം എങ്ങനെ ഉപയോഗിക്കാമെന്നതിന്റെ ഒരു പ്രധാന മാറ്റത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ചരിത്രപരമായി ആണവ സാങ്കേതിക വിദ്യ ബഹിരാകാശ പ്രവർത്തനങ്ങളുമായി സംയോജിപ്പിക്കുന്നതിൽ സോവിയറ്റ് യൂണിയൻ ഒരു മുൻനിര കളിക്കാരൻ തന്നെയാണ്. ശീതയുദ്ധ കാലഘട്ടത്തിൽ USSR കോമ്പാക്ട് ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. 1960 മുതൽ 1980കളുടെ അവസാനം വരെ പ്രവർത്തിച്ച റഡാർ ഓഷ്യൻ റെക്കണൈൻസ് സാറ്റലൈറ്റ്, അതായത് റോർസാറ്റ് പ്രോഗ്രാം ഒരു ശ്രദ്ധേയമായ ഉദാഹരണം തന്നെയാണ് ഇതിന് നൽകുന്നത്. നൂതന റഡാർ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന BES-5 പോലെയുള്ള ആണവ റിയാക്ടറുകളും പിന്നീട് ടോപ്പ് സിസ്റ്റവും ഈ ഉപഗ്രഹങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. ലോകമെമ്പാടുമുള്ള അമേരിക്കൻ നാവിക നീക്കങ്ങൾ ട്രാക്ക് ചെയ്യുക എന്നതായിരുന്നു അവയുടെ പ്രാഥമിക ദൗത്യം പോലും. എന്നിരുന്നാലും ഈ ആദ്യ കാലഘട്ടത്തിലെ പരീക്ഷണങ്ങൾക്കൊന്നും അനന്തരഫലങ്ങൾ ലഭിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. 1978 ഒരു ആണവ റിയാക്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കോസ്മോസ് 954 ഉപഗ്രഹം ഭ്രമണപഥം നിലനിർത്തുന്നതിൽ പരാജയപ്പെടുകയായിരുന്നു. കാനഡയ്ക്ക് മുകളിലൂടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും അത് പ്രവേശിച്ചു. ഈ തകർച്ച വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ റേഡിയോ ആക്റ്റീവ് അവശിഷ്ടങ്ങൾ ചിതറിത്തെറിക്കുന്നതിലേക്കാണ് നയിച്ചത്. ഭ്രമണപഥത്തിലെ ആണവ വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്നതിലേക്കാണ് ഇതൊക്കെ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. നിരീക്ഷണത്തിനായി ഈ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തതാണെങ്കിലും ബഹിരാകാശത്തെ ആണവ സാങ്കേതിക വിദ്യ എത്ര എളുപ്പത്തിൽ ആഗോള അപകട സാധ്യതകൾ സൃഷ്ടിക്കുമെന്നും അവ തെളിയിക്കുന്നുണ്ട്. 2020കളിലേക്ക് എത്തുമ്പോൾ വീണ്ടും പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര സമൂഹത്തെയാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യൻ സംഘർഷവും കൊടുമ്പിരി കൊണ്ടതോടെ ആയുധ നിർമ്മാണ മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ് സംഭവിച്ചത്. ഓരോ രാജ്യങ്ങളും ആണവായുധങ്ങളുടെ വികസനത്തിനും അതിന്റെ വളർച്ചയ്ക്കും കൂടുതൽ പണം പ്രതിരോധത്തിനായി മാറ്റിവെച്ചു. ഈ വർഷം റഷ്യയുടെ ബജറ്റിന്റെ വലിയൊരു ഭാഗവും ചെലവഴിച്ചിരിക്കുന്നതും പ്രതിരോധത്തിന് വേണ്ടിയാണെന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. 2024 തുടക്കത്തിൽ US ഇന്റലിജൻസിൽ നിന്നും പ്രതിരോധ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള ഉയർന്ന തലത്തിലുള്ള മുന്നറിയിപ്പുകൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. റഷ്യ ഒരു പുതിയ തരം ബഹിരാകാശ അധിഷ്ഠിത ആണവ സംവിധാനം വികസിപ്പിക്കുകയാണെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത്. ഇത്തരമൊരു ആയുധം ബഹിരാകാശത്ത് പൊട്ടിത്തെറിച്ചാൽ അത് ഉയർന്ന തലത്തിലുള്ള ആണവ സ്ഫോടനത്തിന് കാരണമാകും. തൽഫലമായി ഉണ്ടാകുന്ന EMP സൈനിക ഉപഗ്രഹങ്ങളിൽ മാത്രമല്ല, ആധുനിക സമൂഹങ്ങൾ ദിവസവും ആശ്രയിക്കുന്ന സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ ആശയവിനിമയ സംവിധാനങ്ങളെയും GPS നെറ്റ്വർക്കുകളും എന്നിവയിലും വിനാശകരമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. ഭ്രമണപഥത്തിലെ ഒരു ആണവ സ്ഫോടനത്തിന്റെ ഫലങ്ങൾ ദേശീയ അതിർത്തികളെ അംഗീകരിക്കുന്നതിനാൽ തന്നെ ഈ ഭീഷണി യുണൈറ്റഡ് സ്റ്റേറ്റ്സിനോ നാറ്റോയ്ക്കോ മാത്രമുള്ളതല്ല, മുഴുവൻ ലോകത്തിനും ബാധകമാണ് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. 1967 ബഹിരാകാശ ഉടമ്പടി ഉൾപ്പെടെയുള്ള ഏതെങ്കിലും അന്താരാഷ്ട്ര കരാറുകൾ ലംഘിക്കില്ലെന്ന് റഷ്യ നിഷേധിക്കുകയാണ് ചെയ്തിരുന്നത്. ഒരു ആണവ റിയാക്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ബഹിരാകാശ പേടകത്തെ ശാസ്ത്രീയ അല്ലെങ്കിൽ പരിവേഷണ വാഹനമായി അവതരിപ്പിക്കാൻ സാധിക്കുമല്ലോ. എന്നാൽ ഉപഗ്രഹം തടസ്സപ്പെടുത്തൽ അല്ലെങ്കിൽ EMP ജനറേഷൻ പോലുള്ള സൈനിക ഉപയോഗങ്ങൾക്ക് അനുയോജ്യമാക്കാൻ സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പുതിന്റെ പുതിയ നീക്കം അമേരിക്ക അടക്കമുള്ള പല രാജ്യങ്ങളെയും വല്ലാതെ വിഷമിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് മറ്റൊരു സത്യം, പ്രത്യേകിച്ചും ഉക്രൈൻ്റെ കാര്യം. അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.